നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുതരമായി പരിക്കേറ്റ പിടിയാനയെ അവശനിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ ആനക്കുളം ഓരിലാണ് പരിക്കേറ്റ ആനയെ പ്രദേശവാസികൾ കണ്ടത്. ആനയുടെ പിറകുഭാഗത്ത് വലിയ മുറിവിലൂടെ പഴുപ്പ് പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നു. ചക്കക്കൊമ്പനെ അരിക്കൊമ്പൻ മോഡൽ കാട് മാറ്റുന്നത് സർക്കാരിന്റെ പരിഗണനയിലെന്ന് ഉടുമ്പൻചോല MLA സേനാപതി വേണു. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ നടത്തിയ ആക്രമണത്തിൽ വനംവകുപ്പ് നടത്തിയത് ഗുരുതര വീഴ്ചയെന്നും സേനാപതി വേണു കുറ്റപ്പെടുത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ടൗണിൽ നിർമ്മിക്കുന്ന ഡിവൈഡറുകളുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധം നിർമ്മാണം അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി. തടിയമ്പാട് സെമിനാരിപ്പടി പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യം. 2 വർഷം പിന്നിട്ടിട്ടും പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലാണ്. മുളകുവള്ളി മേഖലയിലേക്ക് ആളുകളൊക്കെ എത്താൻ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം. വിശദമായ വാർത്തകളിലേക്ക്. ഗുരുതരമായി പരിക്കേറ്റ പിടിയാനയെ അവശനിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ ആനക്കുളം ഊരിലാണ് ആനയെ പ്രദേശവാസികൾ കണ്ടത്. ആനയുടെ പിറകുഭാഗത്ത് വലിയ മുറിവിലൂടെ പഴുപ്പ് പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഗുരുതരമായി പരിക്കേറ്റ കാട്ടാനയെ ആനക്കുളം ഓരിൽ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നത് പ്രദേശവാസികൾ കാണുന്നത്. തുടർന്ന് ആനയെ നിരീക്ഷിച്ചപ്പോഴാണ് പിൻഭാഗത്ത് വലിയ രീതിയിലുള്ള മുറിവ് കണ്ടെത്തുന്നത്. ഇതേ തുടർന്ന് പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. കാട്ടാനകൾ പരസ്പരം കുത്തുകൂടിയത് മൂലമുണ്ടായ മുറിവാണെന്നതാണ് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പറായ K. ബുൾബേന്ദ്രൻ പറയുന്നത്. ഏതാണ്ട് 9 മണിയോട് കൂടി ഒരു പിടിയാനയെ അവശ നിലയിൽ കണ്ടതായി നാട്ടുകാർ അറിയിക്കുകയും ഞങ്ങളിവിടെ സ്ഥലത്ത് വന്ന് ആനയെ കണ്ടു. നാട്ടുകാർ ഫോറസ്റ്റിലും അറിയിച്ചു. അപ്പോൾ തന്നെ ഫോറസ്റ്റുകാർ അവിടെ എത്തുകയും ഈ ആനകൾ ഒരു വെള്ളം കുടിക്കാൻ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം കാണാൻ വരുന്നതിൻ്റെ അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഏതാണ്ട് ഉച്ച അടുക്കുന്ന സമയത്ത് ഈ ആന അവിടെ നിന്നും പാർക്ക് ഭാഗത്തേക്ക്, ആനക്കുളത്തിൻ്റെ പാർക്കുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ആ ഭാഗത്ത് തണലുള്ള ഭാഗത്തേക്ക് വന്ന് വെള്ളത്തിൻ്റെ സൈഡിൽ തന്നെ നിലയുറപ്പിച്ചു. ആ സമയത്ത് ഞങ്ങളിതിനെ നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ വാച്ചർമാരും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം നോക്കിയപ്പോൾ ഈ വാലിൻ്റെ ഭാഗത്ത് പുറകുവശത്തു നിന്നും ആനയുടെ ഈ കൊമ്പിന് കുത്തു കിട്ടിയ രീതിയിലാണ് കാണാൻ സാധിച്ചത്. വലിയ മുറിവാണ്. കാലിന് സ്വാധീനക്കുറവുമുണ്ട്. ചെവിയുടെ പിൻഭാഗത്ത് മുറിവേറ്റതായി നിരീക്ഷണ സംഘം പറഞ്ഞു. കാട്ടാനകൾ പതിവായി വെള്ളം കുടിക്കാൻ എത്തുന്ന ഓരിൽ വെള്ളത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു ഈ പിടിയാന. തുടർന്ന് വനത്തിനുള്ളിലേക്ക് കയറി. അതേസമയം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ചക്കക്കൊമ്പനെ അരിക്കൊമ്പൻ മോഡൽ കാട് മാറ്റുന്നത് സർക്കാരിന്റെ പരിഗണനയിലെന്ന് ഉടുമ്പൻചോല MLA സേനാപതി വേണു. അരിയുടെ രുചിയറിഞ്ഞ ആന ഇനിയും വരുവാൻ സാധ്യതയുണ്ട്. ഇതിനെ മാറ്റുന്നതായിരിക്കും നല്ലത്. ഇന്ന് ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ നടത്തിയ ആക്രമണത്തിൽ വനംവകുപ്പ് നടത്തിയത് ഗുരുതര വീഴ്ച. നാട്ടുകാർ അറിയിച്ചിട്ടും പ്രത്യേക RRTO വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ നടപടി സ്വീകരിച്ചില്ല. ഗവൺമെന്റിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. വകുപ്പ് മന്ത്രിയെ നേരിട്ട വിവരമറിയിക്കും. ഈ അരിക്കൊമ്പൻ പോയതിനു ശേഷം റേഷൻ കടകൾക്ക് നേരെയുള്ള ആക്രമണം തുലവും കുറവായിരുന്നു. പക്ഷേ ചക്കക്കൊമ്പൻ ഇപ്പോൾ അരിക്കൊമ്പൻ്റെ റോളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാർ ഈ കാര്യം വനം വകുപ്പിനെ അറിയിച്ചതാണ്. പക്ഷേ വനം വകുപ്പ് എന്തുകൊണ്ടോ ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വളരെ പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ കാര്യം ഞാൻ ഇന്ന് തന്നെ മന്ത്രിയുമായിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ റേഷൻ കടകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നത് മാത്രമല്ല, അരിക്കൊമ്പനെ മാറ്റിയതുപോലെ ചക്കക്കൊമ്പനെയും ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ജനവാസ കേന്ദ്രങ്ങളിലാണ് റേഷൻ കടകൾ. മുമ്പ് ചക്കക്കൊമ്പൻ ചക്കയായിരുന്നു പ്രധാനമായിട്ടും, പ്ലാവുകളും ചക്കകളും. ഏതായാലും റേഷൻ കട ഒരെണ്ണം തകർത്തു. സ്വാഭാവികമായും ഇനി ഈ അരിയുടെ രുചി പറ്റിയ ഈ ആന കൂടുതലായിട്ട് റേഷൻ കടകൾ തേടി എത്താനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ ആനയിറങ്ങലിലെ റേഷൻ കടയ്ക്ക് ഇപ്പം ചുറ്റും എന്താ പറഞ്ഞാൽ അതിന് മുള്ളുവേലി ഇല്ലായിരുന്നു. പക്ഷേ പന്നിയാറിലെ റേഷൻ കടയും മറ്റു പ്രദേശത്തെ റേഷൻ കടയൊക്കെ മുള്ളുവേലിയിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്, സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആനയിറങ്ങലിലെ റേഷൻ കടയും അതിന് ചുറ്റും അവിടെ കമ്പിവേലി ഇടാനായിട്ട് മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പറഞ്ഞത് ലയങ്ങൾക്ക് ചുറ്റും ആയി കമ്പിവേലി വേണം എന്ന കാരണം കൊണ്ടാണ് റേഷൻ കടയ്ക്ക് മാത്രമായിട്ട് കമ്പിവേലി ഇട്ടുകൊണ്ട് കാരണം ഇല്ല എന്ന് ആളുകളുടെ തർക്കം പറഞ്ഞതുകൊണ്ടാണ് അന്ന് കമ്പിവേലി ഇടാതെ പോയത്. ഏതായാലും ഈ കാര്യത്തെക്കുറിച്ച് വനംവകുപ്പുമായി DFOയും അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ മന്ത്രിയും CCFും ഒക്കെ ആയി ആലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് അത് നിർവഹിക്കും. ഈ
റേഷൻ കട ഇപ്പോൾ ആക്രമിക്കപ്പെട്ട സംഭവം സത്യത്തിൽ അരിക്കൊമ്പൻ പോയതിന് ശേഷം തന്നെ ആദ്യമായിട്ടാണ് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചു പറഞ്ഞിട്ട് അവർ വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കാര്യം പരിശോധിക്കുന്നതാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ടൗണിലൂടെ റോഡ് വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഡിവൈഡറുകളുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അശാസ്ത്രീയമായ ഡിവൈഡറുകളുടെ നിർമ്മാണം അടിമാലി ടൗണിലെ വ്യാപാരികൾക്കും ഓട്ടോ ടാക്സി വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി എത്തിയത്. അടിമാലി ടൗണിന്റെ വികസനത്തിന് മാറ്റുകൂട്ടുന്ന രീതിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അടിമാലി ടൗണിൽ 4-വരിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. ഇതാ ടൗണിലെ വ്യാപാരികളും പ്രദേശവാസികളും രാഷ്ട്രീയ പ്രതിനിധികളും ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. എന്നാൽ റോഡിന്റെ ഡിവൈഡറുകളുടെ അശാസ്ത്രീയ നിർമ്മാണം വ്യാപാരികളെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും അടിമാലി ടൗണിനെ ആശ്രയിക്കുന്നവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഡിവൈഡറുകളുടെ നിർമ്മാണത്തോടെ 4 ഭാഗങ്ങളിൽ മാത്രമാണ് ടൗണിൽ ഇരുവശങ്ങളിലേക്കും കടക്കുന്നതിനുള്ള ക്രോസിംഗ് സംവിധാനം ഉണ്ടാവുകയുള്ളൂ. ഇത് അടിമാലിയിലെ വ്യാപാരികളെയും ഓട്ടോ ടാക്സി വാഹനങ്ങൾക്കും ദിവസേന അടിമാലിയെ ആശ്രയിക്കുന്നവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. ഇത്തരം നിർമ്മാണത്തിനെതിരെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ശാസ്ത്രീയമായി മറ്റ് പല സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ ഡിവൈഡറുകൾ സ്ഥാപിക്കാൻ സാധിക്കും. അതിന് പറ്റുന്ന ഡിസൈൻ ഈ ജനകീയ കൂട്ടായ്മ NH അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. അടിമാലി ടൗണിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുകയല്ല, അശാസ്ത്രീയമായ ഡിവൈഡർ നിർമ്മാണത്തിനെതിരെയാണ് പ്രകടനം സംഘടിപ്പിച്ചതെന്ന് വാർഡ് മെമ്പർ ജോയ്സ് വെളിയത്ത് പറഞ്ഞു. കൃത്യമായ ചർച്ച നടത്തി നമ്മൾ ജനപ്രതിനിധികളടക്കം നമ്മുടെ പഞ്ചായത്തിന്റെ മെമ്പർമാരടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ബഹുമാന്യനായ MP അടക്കമുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൂചന, ഒരു പ്രതിഷേധ സൂചന മാത്രമാണ് ഇന്ന് നടക്കുന്നത്. ഈ പണികൾ ഞങ്ങൾ തടയുകയാണ്. അടിമാലി ടൗണിലെ വികസനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത രീതിയിലാകണമെന്നതാണ് ജനകീയ സമിതിയുടെ ആവശ്യം. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ജനകീയ സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. തടിയമ്പാട് സെമിനാരിപ്പടി പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യം. 2 വർഷം പിന്നിട്ടിട്ടും പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലാണ്. ഇതുമൂലം മുളകുവള്ളി മേഖലയിലേക്ക് ആളുകൾക്ക് എത്താൻ കൂടുതൽ യാത്ര ആവശ്യമായിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ തടിയമ്പാട്, മുളകുവള്ളി മേഖലകളിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതിയാകുമെന്ന പ്രതീക്ഷയിൽ ആരംഭിച്ച പാലം നിർമ്മാണം 2 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാകാതെ കിടക്കുന്നു. സെമിനാരിപ്പടി വഴി മുളകുവള്ളി, തടിയമ്പാട് ഭാഗങ്ങളിലേക്ക് ദിവസേന യാത്ര ചെയ്യുന്ന 100 കണക്കിന് ആളുകളാണ് ഇതുമൂലം ബുദ്ധിമുട്ട് നേരിടുന്നത്. പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. നിർമ്മാണത്തിന് ആവശ്യമായ സ്കെച്ചുകളും മറ്റ് നടപടിക്രമങ്ങളും പൂർണ്ണമായിട്ടില്ലെന്നതാണ് വിവരം. പാലത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി പ്രസരണ ലൈൻ മാറ്റിസ്ഥാപിക്കുവാനും നടപടി ഉണ്ടായിട്ടില്ല. ഏകദേശം 3 കോടിയോളം രൂപ ചെലവിൽ ഇറിഗേഷൻ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. തടിയമ്പാട് മൃഗാശുപത്രിപ്പടി റോഡിൽ നിന്ന് ഭൂമിയാങ്കുളം മുളകുവള്ളി ഭാഗത്തേക്കുള്ള വഴിയിൽ പാൽക്കുളം തോടിന് കുറുകെയാണ് ചെക്ക് ഡാമോട് കൂടിയ പാലം നിർമ്മിക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ചും നാട്ടുകാർക്കിടയിൽ സംശയങ്ങൾ ഉയരുന്നു. പാലത്തിന് താഴ്ഭാഗത്ത് കാര്യമായ കൃഷിയിടങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ചെക്ക് ഡാം നിർമ്മിക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ 2 വർഷത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പാലം വഴി ഗതാഗത യോഗ്യമല്ല എന്നും അതിനെ ഫ്ലഡ് വരുന്ന വെള്ളം വരുന്ന സമയത്ത് അത് കവിഞ്ഞു പോകുന്നതുകൊണ്ട് പാലം ഉയർത്തണമെന്നും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഒരു ചെക്ക് ഡാം സ്ഥാപിച്ച് ക്യാച്ച്മെൻറ്റ് ഏരിയ വഴി ഇവിടെയുള്ള 2000-ഓളം ഏക്കർ സ്ഥലം നനയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണെന്നും പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ MLAയുടെ കാലത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഇപ്പോൾ 2 മഴക്കാലം കഴിഞ്ഞിരിക്കുന്നു. ഈ വഴി ബ്ലോക്ക് ചെയ്ത് ഇതിൻ്റെ നിർമ്മാണ കമ്പനി ഈ വർക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോയതിനു ശേഷം 2 വർഷമായിട്ട് ഇതിലെ ഗതാഗതം നിലവിൽ ബ്ലോക്കായിരിക്കുകയാണ്. കമ്പനിയോട് ചോദിക്കുമ്പോൾ കമ്പനി പറയുന്നത് അത് അവരുടെ ഒരു പ്രശ്നമല്ല, അവർക്ക് അതിൻ്റെ ഫൈനൽ ഡ്രോയിങ് പോലും ഈ സമയമായിട്ടും 1.5 വർഷം കഴിഞ്ഞതിന് ശേഷവും കിട്ടിയിട്ടില്ല എന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇറിഗേഷൻ വകുപ്പിന്റെ വിശദീകരണ പ്രകാരം ചെക്ക് ഡാമിൽ വെള്ളം സംഭരിച്ച് പിന്നീട് പമ്പ് ചെയ്ത് മലമുകളിലെ പ്രദേശങ്ങളിലേക്ക് ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണിത്. കോടികൾ ചിലവഴിച്ച ഈ പദ്ധതി ആരുടെ ആവശ്യത്തിനാണ് നടപ്പിലാക്കുന്നതെന്ന ചോദ്യവും ശക്തമാണ്. ചില സ്വകാര്യ വ്യക്തികൾക്ക് മാത്രമായി പദ്ധതി പ്രയോജനപ്പെടുമെന്ന ആരോപണവും പ്രദേശത്ത് ഉയരുന്നുണ്ട്. പാലം പൊളിച്ചു നീക്കിയതോടെ തടിയമ്പാട് മുതൽ മുളകുവള്ളി ഭാഗത്തേക്ക് നേരിട്ട് സഞ്ചരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. നിലവിൽ അശോക കവല വഴി അധിക ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നത് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അടിയന്തരമായി നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീക്കി പാലവും അപ്രോച്ച് റോഡുകളും പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്രാക്ലേശം അവസാനിപ്പിക്കണമെന്നതാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം.
സിറ്റി വിഷൻ ഇടുക്കി. അടിമാലി ലക്ഷ്യം വീട് മണ്ണിടിച്ചിലിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ നടത്തിവരുന്ന പട്ടിണി സമരം അവസാനിപ്പിച്ചു. ദേവികുളം MLA F. രാജയുടെ ഇടപെടലിനെ തുടർന്നാണ് പട്ടിണി സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നുവെന്നും നിങ്ങൾക്ക് അനുവദിച്ച തുകയുടെ പകുതി തുക ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നും MLA അറിയിച്ചു. മുഴുവൻ തുകയും ലഭ്യമാക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് സമരക്കാരുടെ നിലപാട്. 3 ദിവസമായി അടിമാലി ലക്ഷം വീട് നിവാസികൾ നടത്തിവന്നിരുന്ന പട്ടിണി സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ മാസം 25-നാണ് വീട് നഷ്ടപ്പെട്ട 17 കുടുംബങ്ങൾ സമരം ആരംഭിച്ചത്. ഇപ്പോൾ സമരപന്തലിൽ 7 കുടുംബങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. MLA F. രാജ സമരക്കാരെ കാണുകയും ഉടൻ തന്നെ നിങ്ങളുടെ പണം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പട്ടിണി സമരം അവസാനിപ്പിച്ചത്. സമരക്കാർക്ക് F. രാജ MLA നാരങ്ങാവെള്ളം നൽകിയാണ് പട്ടിണി സമരം അവസാനിപ്പിച്ചത്. ഇവരുടെ ഈ പഞ്ചായത്തിൽ ഇപ്പൊ നിരാകാരം 3 ദിവസമായി. അതിനു മുമ്പ് ഇവർ 27 ദിവസം ഇവർ സമരത്തിലിരുന്നാണ്. അപ്പൊ ഈ നിരാകാര സമരം ഇന്ന് അവർ മുഖ്യമന്ത്രിയെ നാം മിനിയാന്ന് കണ്ട് ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം ഇവർക്ക് ആദ്യ ഗഡു 5 ലക്ഷം രൂപയും പിന്നെ അടുത്ത ഗഡു സമയം വെച്ച് ബാക്കിയുള്ളത് കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തു. ഈ 10 ലക്ഷം രൂപയും അനുവദിച്ച തുകയുടെ പകുതി തുകയോ 5 ലക്ഷം രൂപ ഒരു കുടുംബത്തിനും നൽകാമെന്ന MLA കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മുഴുവൻ തുകയും ലഭ്യമാക്കിയാലേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്ന് കുടുംബങ്ങൾ പറയുന്നു. സാധാ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം എത്തുന്നവരെ ഞങ്ങൾ ആ സമരത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ഞങ്ങൾ പിൻവലിക്കുന്നത്. തങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയോടെയാണ് സമരക്കാർ പട്ടിണി സമരം അവസാനിപ്പിച്ചത്. പട്ടിണി സമരം അവസാനിപ്പിച്ചെങ്കിലും പഞ്ചായത്തിന് മുമ്പിൽ നടക്കുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം തുടരും. സിറ്റി വിഷൻ അടിമാലി. രാജാക്കാട് കൊലക്കേസ് പ്രതിക്ക് 4 വർഷം തടവും പിഴയും. പളനിയപ്പൻ, സനു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രദോഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജില്ലാ സെഷൻസ് കോടതി 4 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. 2016 സെപ്റ്റംബർ മാസം വൈസന്മാലി ദേശീയ വായനശാല ഭാഗത്ത് പ്രതിയുടെ വീടിന് മുൻവശത്ത് വെച്ച വിരോധം നിമിത്തം ജോയി എന്നയാളെ റോഡിലേക്ക് തള്ളിയിട്ട് റോഡിലൂടെ വലിച്ചിഴച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആശുപത്രിയുടെ ശോച്യാവസ്ഥ. ഉടുമ്പൻചോല MLA രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി. മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു രാജാക്കാട് CHCയിൽ സന്ദർശനം നടത്തി. കാലപ്പഴക്കത്താൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന വാഹനങ്ങളും ക്വാർട്ടേഴ്സുകളും ജലത്തിന്റെ ലഭ്യതാക്കുറവും കിടത്തി ചികിത്സ നിലച്ചതുമെല്ലാം ഹെൽത്ത് ഇൻസ്പെക്ടറും പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘവും MLAയെ ധരിപ്പിച്ചു. 99 ലക്ഷം രൂപ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബ്ലോക്കിന്റെയും നിർമ്മാണം അവസാന ഘട്ടത്തിലായ വനിതാ വാർഡിന്റെയും ഉദ്ഘാടനത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രിയെയും MPയെയും എത്തിച്ച ആതുരാലയത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് 24 മണിക്കൂറും ജനങ്ങൾക്ക് സേവനം ലഭിക്കത്തക്ക വിധമുള്ള ഇടപെടൽ നടത്തുമെന്ന് MLA അറിയിച്ചു. മുല്ലക്കാലത്തെ CHCയുടെ ശോച്യാവസ്ഥ വിവരിച്ചുകൊണ്ട് ഇന്ന് പത്രത്തിലൊരു വാർത്ത കണ്ടു. അപ്പോൾ അതെന്താണ് എന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിൻ്റെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും ഇവിടെ കണ്ട ഒരു പോരായ്മ ഡോക്ടറുടെ ക്വാർട്ടേഴ്സ്, അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിലെ സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സ് അത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അത് പുതിയ ക്വാർട്ടേഴ്സ് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ നിലവിലുള്ളത് അത് മെയിൻ്റനൻസ് നടത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോരായ്മ വെള്ളത്തിൻ്റെ ലഭ്യതയാണ്. അതായത് ഇവിടെ ലഭിക്കുന്ന വെള്ളം അതൊട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, ഉപയോഗശൂന്യമായ വെള്ളമാണ്. അപ്പോൾ ഒരു കുഴൽക്കിണറിൻ്റെ സംവിധാനം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കുഴൽക്കിണറിനുള്ള ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 വർഷം മുമ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തുടങ്ങിയ ഈ ആതുരാലയം കഴിഞ്ഞ 15 വർഷമായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നടത്തിപ്പ് ചുമതല നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. എന്നാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സ്റ്റാഫ് പാറ്റേൺ പോലും ഇവിടെയില്ല. 30 ബെഡുകളുള്ള IP വിഭാഗവും ആഴ്ചയിലെ 3 ദിവസങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരെത്തി പോളി ക്ലിനിക്കും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തായിരുന്നു അന്ന് അധിക സ്റ്റാഫിനെ നിയമിച്ചിരുന്നത്. ഇതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായതിനെ തുടർന്നാണ് കിടത്തി ചികിത്സ നിലച്ചത്. കാലാകാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തും വിവിധ ഏജൻസികളും ഫണ്ട് അനുവദിച്ച് ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെങ്കിലും കിടത്തി ചികിത്സയും ആവശ്യത്തിനുള്ള മരുന്നും എത്തിയിരുന്നില്ല. സമീപത്തുള്ള 5 പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ആതുരാലയത്തിൽ പോരായ്മകൾ പരിഹരിച്ച് കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ
10,000 പേർ ഒപ്പിട്ട നിവേദനം തിരുവനന്തപുരത്തെത്തി മന്ത്രിമാർക്ക് നൽകി 6 വർഷം കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് മാധ്യമങ്ങൾ ശോചനീയാവസ്ഥയെക്കുറിച്ച് വാർത്ത നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് HMC മെമ്പർ, പഞ്ചായത്ത് അംഗങ്ങളായ ബാബു കൊച്ചുപുര, ജോഷി കന്യാകുഴി, സാജു പഴപ്പളാക്കൽ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് നന്ദകുമാർ ചൂഴിക്കര എന്നിവരോടൊപ്പം MLA സന്ദർശനം നടത്തിയത്. സിറ്റി വിഷൻ, രാജാക്കാട്. പാചകവാതകത്തിന് എത്ര വില കൂടിയാലും അതൊന്നും കാഞ്ചിയാർ കോവിൽമലയിലെ അമ്മിണിയമ്മയുടെ ചായക്കടയെ ബാധിക്കില്ല. ഇവിടെ എപ്പോഴും വിറകടുപ്പിലാണ് പാചകം. പഴമയുടെ രുചി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ എത്തി ചായ കുടിക്കണം. ഇതാണ് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല പാമ്പാടിക്കുഴിയിലുള്ള അമ്മിണിയമ്മയുടെ ചായക്കട. 30 വർഷം മുമ്പ് ആരംഭിച്ച ചായക്കടയ്ക്ക് ഇന്നും കാര്യമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന നല്ല നാടൻ ചായയാണ് ഇവിടുത്തെ പ്രധാന വിഭവം. ഗ്യാസൊന്നും വേണ്ട, ഇതൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുമല്ലേ. ഗ്യാസ് മേടിച്ച മുതലാകിയല്ല, വിറകൊണ്ട് ഇഷ്ടം പോലെ അങ്ങനെ അതാ ഇഷ്ടം. ഗ്യാസ് ആകുമ്പോൾ രുചി കുറവാണെന്നാണ് പറയുന്നത്. ഗ്യാസിന്റെ ചായക്ക് ഉണ്ട്. എല്ലാവരും ഇവിടെയുള്ള മനുഷ്യരെല്ലാവരും വരുന്നു. പുറത്തുനിന്നും വരും ആൾക്കാർ. ഉണ്ടായിരുന്നു, ഇപ്പൊ കുറേ ആയിട്ടില്ല. നേരത്തെ എല്ലാവരും വരുമായിരുന്നു ഷൂട്ടിങ്ങാരൊക്കെ. ഇനി ഇടയ്ക്കത് നിന്ന് പോയല്ലോ, അങ്ങനെ ആയപ്പോൾ പിന്നെ ആൾക്കാർ ഇല്ലായിരിക്കുമെന്നോർത്ത് വരും. ഭർത്താവ് മരിച്ച ശേഷം 6 മാസത്തോളം കട അടച്ചിട്ടു. പിന്നീട് വീണ്ടും തുറന്നപ്പോഴും കടയ്ക്ക് മാറ്റമൊന്നും വരുത്തിയില്ല. ചായക്കൊപ്പം ബോണ്ടയും ഉള്ളിവടയുമാണ് ഇവിടുത്തെ പ്രധാന ചെറുകടികൾ. നാടൻ ചായക്കടകൾ ഇന്ന് അപൂർവ കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ പരസ്യ ചിത്രങ്ങളുടെയും ഹ്രസ്വ ചിത്രങ്ങളുടെയും ഒക്കെ ഷൂട്ടിങ്ങിനായി പലരും ഇവിടേക്ക് എത്താറുണ്ട്. കൂറ്റൻ മരത്തിന്റെ തണലിൽ ഈ നാടൻ ചായക്കടയും അമ്മിണിയമ്മയും ഇവിടെ എത്തി ചായ കുടിച്ചു മടങ്ങുന്നവരും ഒരുപോലെ സംതൃപ്തരാണ്. സിറ്റി വിഷൻ, കട്ടപ്പന. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ, രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider, Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ആമപ്പാറയെ രാമക്കൽമേടിനൊപ്പം ലോക ടൂറിസം മാപ്പിലെത്തിക്കുമെന്ന ഉടുമ്പൻചോല MLA സേനാപതി വേണു. റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം ആമപ്പാറയിൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ സാധ്യത പഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആമപ്പാറ സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹസിക യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യപ്പെട്ട സ്ഥലമാണ് ആമപ്പാറ. താൻ പട്ടാളത്തിലുണ്ടായിരുന്നപ്പോൾ ജമ്മു കാശ്മീരിൽ വൈഷ്ണവി ദേവി ക്ഷേത്രം സന്ദർശിക്കുവാൻ പോയപ്പോൾ കട്ര എന്ന സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അതിന് സമാനമായ മേഖലയാണ് ആമപ്പാറ എന്ന MLA പറഞ്ഞു. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ തീർച്ചയായും രാമക്കൽമേടിനൊപ്പം ഈ സ്ഥലവും അടയാളപ്പെടുത്തും. 12 മാസവും സഞ്ചാരികൾക്ക് കടന്നുവരുവാൻ പറ്റുന്ന രീതിയിൽ കോൺക്രീറ്റ് പാത നിർമ്മിച്ചാൽ അത് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ചുവടുവെപ്പായിരിക്കും. ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. സാഹസിക വിനോദസഞ്ചാരികൾ ഒരിക്കലെങ്കിലും ഇവിടം വന്ന് കാണണമെന്നും DTPC, ടൂറിസം മന്ത്രി, മറ്റു വകുപ്പുകൾ എന്നിവയുമായി ഏകോപിപ്പിച്ചുകൊണ്ട് 6 മാസത്തിനുള്ളിൽ ഇവിടെ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തി കേന്ദ്രത്തെ ഉന്നതിയിലെത്തിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും സേനാപതി വേണു പറഞ്ഞു. ആമപ്പാറ പോലെ അനുയോജ്യമായ ഒരു സ്ഥലം ഇല്ല എന്നുള്ളതാണ്. ഇത്രയും പ്രകൃതി രമണീയവും സാഹസികമായി ആളുകൾക്ക് ചെന്നെത്താൻ കഴിയുന്നത്. ഞാൻ ഇതിന് സമാനമായിട്ടുള്ള ഒന്ന് കാണുന്നത് ജമ്മു ആൻഡ് കശ്മീരിലെ കട്രയിൽ വൈഷ്ണോദേവി ക്ഷേത്രം സന്ദർശിക്കാൻ പോകുന്ന വഴി ഇതുപോലെ പാറയിടുക്കിലൂടെ പോകുന്നത് അത് പോയിട്ടുണ്ട്. അതിനുശേഷം സമാനമായി ഒന്ന് കാണുന്നത് ആമപ്പാറയിലാണ്. ഇപ്പോൾ കുടിവെള്ളത്തിനായി ബോട്ടിൽ വെള്ളമാണ് സഞ്ചാരികൾ ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്നും ഇത് ഒഴിവാക്കുന്നതിനൊപ്പം സമീപത്തുള്ള ശുദ്ധജല സ്രോതസ്സുകളിൽ നിന്നും ജലം എത്തിക്കുന്നതിനൊപ്പം പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ നടപടികളും സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. MLAയോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ മിനി പ്രിൻസ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോണിയ മാർട്ടിൻ, ജനപ്രതിനിധികളായ ഷിംല ബീവി, MS മഹേശ്വരൻ, വിജയൻ പിള്ള, രഞ്ജിത്ത് തുടങ്ങിയവരുമുണ്ടായിരുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കായുള്ള യോഗ ക്ലബിന് തുടക്കമായി. രാജാക്കാട് CHCയുടെയും കൊച്ചുമുല്ലക്കാനം വാർഡിന്റെയും നേതൃത്വത്തിൽ വനിതകൾക്കായുള്ള യോഗ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുവാനും സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ലക്ഷ്യമിട്ട് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുമുല്ലക്കാനം വാർഡിന്റെയും രാജാക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വനിതകൾക്കായുള്ള യോഗ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. സ്ഥിരമായി യോഗാഭ്യാസത്തിലൂടെ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും യോഗ ക്ലബ്ബ് സഹായകരമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ പറഞ്ഞു. യോഗയ്ക്ക് പ്രായമില്ല, പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് ഈ യോഗ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഭാഗത്തുള്ള ജീവിതശൈലിയുടെ രീതിയിൽ തന്നെ രോഗത്തിന്റെ കാര്യത്തിലും മറ്റ് എല്ലാ കാര്യത്തിലും 100% ഗ്യാരണ്ടിയാണ് എന്നുള്ള ഉറപ്പ്. വാർഡ് മെമ്പർ ബാബു കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. രാജാക്കാട് CHC ജൂനിയർ ഹെൽത്ത് നഴ്സ് ഗോപിക VS സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ ബൈജു, രാജാക്കാട് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ പ്രിയങ്ക, ഹെൽത്ത് ഇൻസ്പെക്ടർ നിഷാമോൾ T എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് രാജാക്കാട് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി യോഗ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. കിസാൻ സർവീസ് സൊസൈറ്റിയുടെ 6ാമത് ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അടിമാലി ഗ്രാമവികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ദേവികുളം MLA F രാജ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സർവീസ് സൊസൈറ്റിയുടെ 6ാമത് ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. രാവിലെ 10 മണിക്ക് അടിമാലി ഗ്രാമവികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദേവികുളം MLA F രാജ ഉദ്ഘാടനം ചെയ്തു. 4G, 5G, 7G വരെ പറയുന്നു. നമുക്ക് ആവശ്യം കഞ്ഞാണ്. നമുക്ക് കഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവൻ കാണുമല്ലോ. അതിന്റെ നട്ടലാണ് നമ്മുടെ കൃഷി. അതിന് നമ്മുടെ സൊസൈറ്റിയിൽ പരിപാടിയിൽ KSS ജില്ലാ പ്രസിഡന്റ് ജോൺ PA, KSS ദേശീയ ചെയർമാൻ ജോസ് തയ്യിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി മോൻസി ബേബി, ദേശീയ വൈസ് ചെയർമാൻ സുനിൽകുമാർ AR, ജോസഫ് മൂക്കൻതോട്ടം എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി.
പാണ്ടിപ്പാറ സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല ജൂബിലി ക്വിസ് 2026 ജൂലൈ 29 നടക്കും. ഒരു വർഷം നീളുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി സ്മരണികയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1976 സ്ഥാപിതമായ പാണ്ടിപ്പാറ സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായി ജൂബിലി ക്വിസ് 2026 എന്ന പേരിൽ യു പി വിഭാഗം കുട്ടികൾക്കായി ജില്ലാതല ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം 29 സ്കൂളിൽ വെച്ച് നടത്തുമെന്ന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു, പ്രധാനാധ്യാപിക ആൻസി തോമസ് എന്നിവർ അറിയിച്ചു. സുവർണ ജൂബിലിയുടെ ഭാഗമായി സ്കൂളിന്റെ ചരിത്രവും വളർച്ചയും നേട്ടങ്ങളും മുൻകാല അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അനുഭവങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന സ്മരണിക തയ്യാറാക്കുമെന്നും ഇതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ ആഘോഷങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂലൈ മാസം 29-ാം തീയതി ബുധനാഴ്ച 10:30 സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ വെച്ച് ഇടുക്കി ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഒരു ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഓരോ സ്കൂളിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാവുന്നതാണ്. 1ാം സ്ഥാനം നേടുന്ന ടീമിന് തങ്കമണി പർപ്പിൾ ഹോംസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 5000 രൂപയും. ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് 5000 രൂപയും ഫലകവും, 2ാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് 3000 രൂപയും സർട്ടിഫിക്കറ്റും, 3ാം സ്ഥാനം ലഭിക്കുന്ന കുട്ടിക്ക് 2000 രൂപയും സർട്ടിഫിക്കറ്റ് നൽകും. വാർത്താ സമ്മേളനത്തിൽ PA ജോസഫ്, തോമസ് അബ്രഹാം, ജെബിൻ ജേക്കബ്, ലിമിയ തോമസ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. രാജാക്കാട് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയുടെയും രാജാക്കാട് കൃഷി ഓഫീസർ ഇന്ദുലേഖയുടെയും നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങളുടെ സഹകരണത്തോടെ പൂച്ചെടികൾ നട്ടുകൊണ്ട് ടൗൺ സൗന്ദര്യവൽക്കരണം നടത്തി. രാജാക്കാട് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പഞ്ചായത്ത് കിണറിന്റെ പരിസരം ചെത്തിത്തെളിച്ച ജമന്തി ചെടികൾ നട്ടുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. കാലങ്ങളായി ഒഴുകിയെത്തുന്നതും ആളുകൾ വലിച്ചെറിയുന്നതുമായ പ്ലാസ്റ്റിക് കൂടുകളും മദ്യപന്മാർ വലിച്ചെറിയുന്ന ചില്ലുകുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും കിണറ്റിന്റെ പരിസരത്ത് ചിതറിക്കിടന്ന വൃത്തിഹീനമായി കിടന്ന സ്ഥലത്ത് സമീപകാലത്ത് മഴയുണ്ടായതിനെ തുടർന്ന് പുല്ല് വളർന്നു നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ടൗൺ വാർഡ് മെമ്പർ ജോഷി ഇടപെട്ട് വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളുടെ സഹായത്തോടെ ഇവിടം ചെത്തിത്തെളിച്ച് വൃത്തിയാക്കി ജമന്തി ചെടികൾ നട്ടുപിടിപ്പിച്ചത്. കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് കുറച്ച് തൈകളൊക്കെ കിട്ടി. ആ തൈകൾ ഇന്ന് ഇവിടെ നമ്മുടെ ഒരു 4 ചേച്ചിമാരുടെ ഇവരുടെ സഹായത്തോടു കൂടി ഈ തൈകളോടെ നട്ടുകൊണ്ട് ഈ കിണറിനെ വൃത്തിയായി സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്ന ഒറ്റ പദ്ധതിയുമായിട്ടാണ് ഞങ്ങളോട് മുന്നോട്ട് പോകുന്നത്. കുടുംബശ്രീ അംഗങ്ങളായ ജിജി ബെന്നി, സിജി നോബി, ഉഷാ സുമേധ, ജിപ്സി ടൈറ്റസ് എന്നിവർ ചേർന്നാണ് സ്ഥലം വൃത്തിയാക്കി ചെടികൾ നട്ട് കിണർ പരിസരം മനോഹരമാക്കിയത്. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,285 രൂപ, പവന് 1,06,280 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുതരമായി പരിക്കേറ്റ പിടിയാനയെ അവശനിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ ആനക്കുളം ഓരിലാണ് പരിക്കേറ്റ ആനയെ പ്രദേശവാസികൾ കണ്ടത്. ആനയുടെ പിറകുഭാഗത്ത് വലിയ മുറിവിലൂടെ പഴുപ്പ് പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നു. ചക്കക്കൊമ്പനെ അരിക്കൊമ്പൻ മോഡൽ കാട് മാറ്റുന്നത് സർക്കാരിന്റെ പരിഗണനയിലെന്ന് ഉടുമ്പൻചോല MLA സേനാപതി വേണു. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ നടത്തിയ ആക്രമണത്തിൽ വനംവകുപ്പ് നടത്തിയത് ഗുരുതര വീഴ്ചയെന്നും സേനാപതി വേണു കുറ്റപ്പെടുത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ടൗണിൽ നിർമ്മിക്കുന്ന ഡിവൈഡറുകളുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധം നിർമ്മാണം അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി. തടിയമ്പാട് സെമിനാരിപ്പടി പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യം. 2 വർഷം പിന്നിട്ടിട്ടും പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലാണ്. മുളകുവള്ളി മേഖലയിലേക്ക് ആളുകൾക്ക് എത്താൻ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.